ഇന്ന് നമ്മളൊരു വെറൈറ്റി ഒരു നെറ്റിപ്പട്ടമായിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് മ്യൂറൽ നെറ്റിപ്പട്ടമാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനാണെങ്കിൽ മ്യൂറൽ നെറ്റിപ്പട്ടം ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷേ മ്യൂറൽ പെയിൻറ്റിങ് അറിയാത്തത് കൊണ്ട് ചെയ്യേണ്ടെന്ന് വിചാരിച്ച് മാറ്റി വെച്ചേക്കായിരുന്നു. ഈ മ്യൂറൽ പെയിൻറ്റിങ്ങിൻ്റെ കൂടെ മയിൽപ്പീലിയും കൂടെയൊക്കെ വരുന്ന സമയത്ത് നല്ല ഭംഗിയാണ് കാണാൻ. അറിയാത്തവർ മാത്രം ഈ ഒരു ട്രിക്ക് ഫോളോ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇത് നമ്മളൊരു വെറൈറ്റി നെറ്റിപ്പട്ടമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഒരുപാട് നാളായി വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് ഏകദേശം ഒരു 1 ഇയർ അടുപ്പിച്ചായി. ഇപ്പോൾ നെറ്റിപ്പട്ടത്തിൻ്റെ ആണെങ്കിലും ക്രാഫ്റ്റിൻ്റെ വീഡിയോസ് ആണെങ്കിലും ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട്. അപ്പം ഇന്ന് നമ്മളൊരു വെറൈറ്റി ഒരു നെറ്റിപ്പട്ടമായിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് മ്യൂറൽ നെറ്റിപ്പട്ടമാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. മ്യൂറൽ നെറ്റിപ്പട്ടം, മ്യൂറൽ പെയിൻറ്റിംഗ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ, നമ്മൾ ഫ്രീ ഹാൻഡിൽ വരച്ച് പെയിൻറ്റ് ചെയ്യുന്നതിനാണ് മ്യൂറൽ പെയിൻറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പം അത് മ്യൂറൽ പെയിൻറ്റിംഗ് വെച്ചിട്ട് നമ്മൾ നെറ്റിപ്പട്ടം ചെയ്യുന്നതാണ് മ്യൂറൽ നെറ്റിപ്പട്ടം എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് പേർക്ക് നെറ്റിപ്പട്ടം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അറിയാം, പക്ഷേ മ്യൂറൽ നെറ്റിപ്പട്ടം ചെയ്യുന്നത് അറിയത്തില്ല എന്നല്ല, നമ്മൾ മ്യൂറൽ പെയിൻറ്റിങ് പഠിച്ചാലേ നമുക്ക് നെറ്റിപ്പട്ടം ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ മ്യൂറൽ പെയിൻറ്റിങ് അറിയാത്തത് കൊണ്ട് ഒരുപാട് പേര് മ്യൂറൽ നെറ്റിപ്പട്ടം ചെയ്യുന്നില്ല. അപ്പോൾ ഞാനാണെങ്കിൽ മ്യൂറൽ നെറ്റിപ്പട്ടം ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷേ മ്യൂറൽ പെയിൻറ്റിങ് അറിയാത്തത് കൊണ്ട് ചെയ്യേണ്ടെന്ന് വിചാരിച്ച് മാറ്റി വെച്ചേക്കായിരുന്നു. പക്ഷേ ഈ മ്യൂറൽ പെയിൻറ്റിങ്ങിൻ്റെ കൂടെ മയിൽപ്പീലിയും കൂടെയൊക്കെ വരുന്ന സമയത്ത് നല്ല ഭംഗിയാണ് കാണാൻ. അപ്പം അതുകൊണ്ട് ചെയ്ത് നോക്കണം എന്നുള്ളൊരു ആഗ്രഹം വന്നു. അപ്പോൾ ഓക്കെ, എന്തെങ്കിലും ഒരു ഐഡിയ വെച്ചിട്ട് നെറ്റിപ്പട്ടം ചെയ്ത് നോക്കണം എന്ന് വിചാരിച്ചപ്പോഴാണ് ഈ ഒരു ഐഡിയ വന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കി, വർക്കൗട്ടായി. അപ്പോൾ നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോണത്. മ്യൂറൽ പെയിൻറ്റിങ് അറിയാവുന്നവർ മ്യൂറൽ പെയിൻറ്റിങ് ചെയ്ത് തന്നെ നെറ്റിപ്പട്ടം ചെയ്ത് നോക്കണം. അറിയാത്തവർ മാത്രം ഈ ഒരു ട്രിക്ക് ഫോളോ ചെയ്താൽ മതി. പിന്നീട് നമ്മൾ മ്യൂറൽ പെയിൻറ്റിങ് അറിയാത്തത് കൊണ്ട് നമ്മൾ നെറ്റിപ്പട്ടം ചെയ്യാതിരിക്കേണ്ട ആവശ്യമില്ലല്ലോ. നെറ്റിപ്പട്ടം എങ്ങനെയാണ് ചെയ്യുന്നതിനുള്ള വീഡിയോസ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൽ ഞാൻ നെറ്റിപ്പട്ടത്തിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളൊന്നും ഞാൻ കാണിക്കുന്നില്ല. ഇത് മ്യൂറൽ നെറ്റിപ്പട്ടം എങ്ങനെയാണ് ചെയ്യുന്നതിനുള്ള മെത്തേഡ് മാത്രമാണ് ഞാൻ അതിൽ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പറ്റുവാണെങ്കിൽ ഫോട്ടോസ് ഒന്ന് ഇൻസ്റ്റാഗ്രാം വഴി ഒന്ന് എനിക്ക് സെൻഡ് ചെയ്ത് തരാൻ നോക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഫസ്റ്റ് ടൈമാണ് ചാനൽ വന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഞാൻ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സിൻ്റെ ഒരു ചെറിയൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ബാക്കിൽ കാണുന്ന പ്ലാന്റൊക്കെ അതിൻ്റെ കൂടെ ഉള്ളതാണ്. ഇത് വന്നിട്ട് ഫിഡിലി ഫിഗാണ്, ഇത് ആർട്ടിഫിഷ്യലാണ്. അപ്പം കുറച്ച് പ്ലാന്റ്സ്, ഒരുപാടൊന്നുമില്ല, കുറച്ച് പ്ലാന്റ്സ് വെച്ചിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം ഹോൾസെയിലായിട്ടാണെങ്കിലും റീറ്റെയിലായിട്ടാണെങ്കിലും ഞാൻ സെല് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഡീറ്റെയിൽസ് എന്തെങ്കിലും വേണമെങ്കിൽ താഴെ വാട്സപ്പ് നമ്പർ കൊടുത്തേക്കാം, അതിലൊന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി. അപ്പോൾ എല്ലാവരുടെ സപ്പോർട്ടും ഉണ്ടാവണം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് മ്യൂറൽ നെറ്റിപ്പട്ടം ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് വേണ്ടത് മ്യൂറൽ പെയിൻറ്റിംഗ് ആണ്. അപ്പോൾ ട്രഡീഷണൽ മെത്തേഡിൽ മ്യൂറൽ പെയിൻറ്റിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നാച്ചുറൽ കളേഴ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ ചുമരിൽ, അതായത് വാൾ പെയിൻറ്റിങ്സ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ക്ഷേത്രങ്ങളിലൊക്കെയാണ് കൂടുതൽ വാൾ പെയിൻറ്റിങ്സ് കാണാറുള്ളത്. ഇപ്പോൾ നമ്മൾ വീടുകളിലൊക്കെ ആണെങ്കിൽ ക്യാൻവാസ് ക്ലോത്തിലാണ് നമ്മൾ പെയിൻറ്റിങ് ചെയ്തിട്ട് നമ്മളത് ഫ്രെയിം ചെയ്ത് വെക്കുന്നത്. ക്യാൻവാസ് ക്ലോത്തിൽ നമ്മൾ മ്യൂറൽ പെയിൻറ്റിങ് ചെയ്യുന്ന സമയത്ത് ഒരു ടെക്സ്ചർ ഉണ്ടല്ലോ, അപ്പോൾ ആ ഒരു ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളും ക്യാൻവാസ് ക്ലോത്ത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ക്യാൻവാസ് പെയിൻറ്റിങ് അല്ല, നമ്മൾ ക്യാൻവാസ് പ്രിൻറ്റിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത്. പ്രിൻറ്റിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു പെയിൻറ്റിങ്ങിൻ്റെ അതേ ടെക്സ്ചർ തന്നെ നമുക്കിവിടെ കിട്ടും. അപ്പോൾ അതേ സെയിം ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്യാൻവാസ് ക്ലോത്ത് തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് വേറെ മെറ്റീരിയൽസ് ഉണ്ട്, ആ ഒരു ഒറിജിനാലിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെയിം ക്യാൻവാസ് ക്ലോത്തിൽ തന്നെ നമ്മൾ പ്രിൻ്റ് എടുക്കുന്നത്. ഡിജിറ്റൽ പ്രിൻറ്റിംഗ് ഷോപ്സിലൊക്കെ നമുക്ക് ക്യാൻവാസ് പ്രിൻറ്റിംഗ് അവൈലബിൾ ആയിരിക്കും. നമുക്ക് അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് നല്ലൊരു ഇമേജ് ആണ് വേണ്ടത്. അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ളൊരു ഇമേജ് വേണം നമ്മൾ ഫസ്റ്റ് സെലക്ട് ചെയ്യാൻ. ഗൂഗിളിൽ കയറിയിട്ട് നമുക്ക് നല്ലൊരു ഇമേജ്, ക്വാളിറ്റി ഉള്ള ഇമേജ് സെലക്ട് ചെയ്തിട്ട് നമുക്ക് പ്രിൻ്റ് എടുക്കാൻ വേണ്ടിയിട്ട് കൊടുക്കാം. അപ്പോൾ പ്രിൻറ്റിംഗ് ഷോപ്പിൽ പോയിട്ട് അവിടുത്തെ ക്യാൻവാസ് ക്ലോത്തിൻ്റെ ക്വാളിറ്റിയും അതുപോലെ തന്നെ അവിടുത്തെ പ്രിൻറ്റിംഗ് ക്വാളിറ്റിയും ചെക്ക് ചെയ്തിട്ട് വേണം നമ്മൾ പ്രിൻ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പറയാൻ. ചില ഷോപ്സിലൊക്കെ പ്രിൻറ്റിംഗ് ക്വാളിറ്റി അത്ര വരത്തില്ല, അപ്പോൾ അത് നമ്മൾ ചെക്ക് ചെയ്തിട്ട് വേണം നമ്മൾ പ്രിൻ്റ് എടുക്കാൻ. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ക്യാൻവാസ് ക്ലോത്തിൽ പ്രിൻ്റ് എടുത്ത് കിട്ടുന്നത്. ഇത് വന്നിട്ട് 1.5 ഫീറ്റിൻ്റെ മ്യൂറൽ പെയിൻറ്റിംഗ് ആണ്. സ്ക്വയർ ഫീറ്റ് അനുസരിച്ചിട്ടാണ് നമുക്കിതിൽ റേറ്റ് വരുന്നത്. പെർ സ്ക്വയർ ഫീറ്റ് വന്നിട്ട് 100 മുതൽ ചാർജുണ്ട്. 100 to ഒരു 300-നകത്ത് വരെ ചാർജ് വരും.
അപ്പോൾ നമ്മൾ മ്യൂറൽ നെറ്റിപ്പട്ടം ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് നമ്മൾ പ്രിൻറ്റിങ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെറ്റിപ്പട്ടം എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളിതിൽ 1.5 ഫീറ്റിൻ്റെ മെഷർമെൻറ്റിൽ നമ്മൾ പാറ്റേൺ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിവിടെ നെറ്റിപ്പട്ടം ചെയ്യുന്ന മെത്തേഡ് മാത്രമാണ് ഞാൻ കാണിച്ചു തരുന്നത്. നെറ്റിപ്പട്ടം ഫുള്ളായിട്ട് ഞാൻ ചെയ്ത് കാണിക്കുന്നില്ല, കാരണം ഞാൻ ഓൾറെഡി 3 ഫീറ്റിൻ്റെ നെറ്റിപ്പട്ടം ചെയ്തതിന് ശേഷമാണ് ശരി വീഡിയോയും കൂടെ എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ മെറ്റീരിയൽസ് ഓൾറെഡി തീർന്നു പോയി, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്നതേ ഉള്ളൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിച്ചാൽ മതി, ഞാൻ ഡൗട്ട് ക്ലിയർ ചെയ്ത് തരാം. ക്യാൻവാസ് ക്ലോത്തിൽ നമ്മൾ പാറ്റേൺ കട്ട് ചെയ്തെടുത്തല്ലോ, അപ്പോൾ അതേപോലെ റെഡ് ക്ലോത്തിലും കൂടെ നമ്മൾ ഇത് പാറ്റേൺ കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മളൊരു 2-3 ഇഞ്ചസ് ബോർഡറിൽ മയിൽപ്പീലി ഒട്ടിക്കാനുള്ള സ്പേസ് വിട്ടിട്ട് വേണം നമ്മളിതുപോലെ കട്ട് ചെയ്തെടുക്കാൻ. നെക്സ്റ്റ് നമ്മൾ ബ്ലൂ കളർ വെൽവെറ്റ് ക്ലോത്തിലും കൂടെ നമ്മൾ ഇതുപോലെ സെയിം മെഷർമെൻറ്റിൽ പാറ്റേൺ കട്ട് ചെയ്തെടുക്കണം. ഇവിടെ നമ്മൾ ബ്ലൂ കളർ ക്ലോത്ത് യൂസ് ചെയ്യുന്നത് വന്നിട്ട് നമ്മൾ മയിൽപ്പീലിയൊക്കെ ഒട്ടിക്കുന്ന സമയത്ത് ആ ഒരു ഗ്യാപ്പ് വരുമല്ലോ, അപ്പോൾ ആ ഗ്യാപ്സ് ഒന്നും വിസിബിൾ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബ്ലൂ കളർ തന്നെ യൂസ് ചെയ്യുന്നത്. വേണമെങ്കിൽ നമുക്ക് ബോർഡറിൽ മാത്രം ബ്ലൂ കളർ ക്ലോത്ത് വെച്ചാൽ മതി, ഇല്ലെങ്കിൽ നമ്മൾ ഫുൾ വയ്ക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ചെറിയ ഫീറ്റ് നെറ്റിപ്പട്ടൊക്കെ ആവുന്ന സമയത്ത് വലിയ വേസ്റ്റേജ് ഒന്നും വരത്തില്ല. നമ്മൾ വലിയ നെറ്റിപ്പട്ടൊക്കെ ചെയ്യുമ്പോൾ അകത്ത് ഒരുപാട് വേസ്റ്റേജ് വരും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ബോർഡറിൽ മാത്രം കട്ട് ചെയ്തിട്ട് ഈ ബ്ലൂ കളർ ക്ലോത്ത് ഒട്ടിച്ചാൽ മതി. ഇനി നമ്മളിതിൻ്റെ മുകളിലായിട്ട് ക്യാൻവാസ് ക്ലോത്ത് വെച്ച് കൊടുക്കുക. നമ്മൾ ബോർഡർ വന്നിട്ട് നമ്മുടെ മയിൽപ്പീലി എത്ര വേണം ആ ഒരു മെഷർമെൻറ്റ് എടുത്തിട്ട് വേണം നമ്മൾ ബോർഡർ കട്ട് ചെയ്യാൻ. ചിലപ്പോൾ 2.5 മതിയാവും, ചിലപ്പോൾ 3 വേണ്ടി വരും. അപ്പോൾ അത് എത്രയാണെന്ന് നോക്കിയിട്ട് നമ്മൾ ബോർഡറിലുള്ള സ്പേസ് വിട്ടാൽ മതി. ഞാൻ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല, കാരണം ഇനി അങ്ങോട്ടുള്ളതെല്ലാം നമ്മൾ നോർമൽ നെറ്റിപ്പട്ടം എങ്ങനെയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ്. ഇതിൽ മെയിൻ സംഭവം എന്ന് പറയുന്നത് നമ്മുടെ മ്യൂറലാണ്. അപ്പോൾ മ്യൂറൽ എങ്ങനെയാണ് പ്രിൻ്റ് എടുക്കുന്നതെന്നൊക്കെ ഉള്ളത് അറിഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം നമ്മൾ നോർമൽ നെറ്റിപ്പട്ടം ചെയ്യുന്നത് പോലെ തന്നെയാണ്. നെക്സ്റ്റ് നമ്മൾ കാർഡ്ബോർഡ് ഇതുപോലെ കട്ട് ചെയ്തിട്ട് മുകളിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. കാർഡ്ബോർഡ് നമ്മൾ ഫുൾ ലെങ്തിൽ വെക്കണം എന്നില്ല, നമ്മുടെ സൈഡിൽ മയിൽപ്പീലിയാണല്ലോ വെക്കുന്നത്, അതുകൊണ്ട് ആ മ്യൂറൽ വരുന്ന ആ ഒരു ഏരിയയിൽ മാത്രം നമ്മൾ കാർഡ്ബോർഡ് വെച്ച് കൊടുത്താൽ മതി. ക്ലോത്തൊന്നും ഞാൻ പെർഫെക്റ്റ് ആയിട്ടൊന്നും അല്ല കട്ട് ചെയ്തിരിക്കുന്നത്, ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് റഫായിട്ടാണ് ക്ലോത്തെല്ലാം ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതൊന്നും കാര്യമാക്കണ്ട കേട്ടോ. കാർഡ്ബോർഡിന് പകരം പൈപ്പ് വേണമെങ്കിൽ പൈപ്പ് യൂസ് ചെയ്യാം. പൈപ്പ് യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ച് ലെങ്ത് മുകളിലോട്ട് ഇട്ടതിന് ശേഷം നമ്മൾ നോർമൽ നെറ്റിപ്പട്ടമൊക്കെ ചെയ്യുന്ന സമയത്ത് മുകളിലും നമ്മൾ ത്രെഡ് വയ്ക്കാറുണ്ടല്ലോ ചില നെറ്റിപ്പട്ടത്തിലൊക്കെ. അപ്പോൾ അതുപോലെ വേണമെങ്കിൽ നമുക്ക് മുകളിൽ ആ ഒരു പോർഷനിൽ വേണമെങ്കിൽ നമുക്ക് മയിൽപ്പീലിയും വെച്ച് കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്, നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം. നെക്സ്റ്റ് വന്നിട്ട് ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഹാങ് ചെയ്യാൻ വേണ്ടി നമ്മൾ ത്രെഡാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ത്രെഡ് യൂസ് ചെയ്തിട്ട് ആ 2 സൈഡിൽ ഹോൾ ഇട്ടിട്ട് നമുക്ക് ത്രെഡ് യൂസ് ചെയ്യാം. ഞാനിവിടെ ഇതുപോലത്തെ ഹൂക്കാണ് വെക്കുന്നത്. അപ്പോൾ ഹൂക്ക് വേണമെങ്കിൽ ബാക്കിൽ ഒരു ഹൂക്കായിട്ട് വയ്ക്കാം. ചെറിയ നെറ്റിപ്പട്ടമല്ല, അപ്പോൾ ഒരു ഹൂക്ക് വെച്ചാലും കുഴപ്പമില്ല. വലിയ നെറ്റിപ്പട്ടമാണെങ്കിൽ 2 സൈഡിലായിട്ട് 2 ഹൂക്ക് വയ്ക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് ഹൂക്ക് വേണമെങ്കിൽ ഹൂക്ക് വയ്ക്കാം, ഇല്ലെങ്കിൽ നമ്മൾ ത്രെഡ് വയ്ക്കുകയാണെങ്കിൽ ത്രെഡ് വയ്ക്കാം, ഇല്ല പൈപ്പാണെങ്കിൽ പൈപ്പ് നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതുപോലത്തെ ഹൂക്കാണ് വെക്കുന്നതെങ്കിൽ നമുക്കിത് ഇതുപോലെ അത് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു സംഭവം കൂടെ കിട്ടും. അത് നമ്മൾ ബാക്കിൽ ഹോളുണ്ട്, അപ്പോൾ ഫ്രണ്ടിൽ ഇതുപോലെ ഹോൾ ഇട്ടിട്ട് ബാക്കിൽ വെച്ചിട്ട് അതൊന്ന് ആ ഒരു കമ്പി പോലെ ഇരിക്കും, അതൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്താൽ മതി, അത് ഫിക്സ് ആയിട്ട് ഇവിടെ ഇരുന്നോളൂ. ഇനി നമ്മൾ ഇതുപോലെ ഒരു ബ്ലൂ കളർ ക്ലോത്ത് എടുത്തിട്ട് നമ്മൾ ആ ഒരു കാർഡ്ബോർഡ് കവർ ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് എക്സ്ട്രാ വരുന്ന നമ്മൾ ബാക്കിൽ ഗ്ലൂ വെച്ചിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുത്താൽ മതി. നമ്മൾ ഫെവി ബോണ്ട് തന്നെയാണ് ഇത് ഫുൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഫ്രണ്ടിൽ വന്നിട്ട് ഇതുപോലെ കവർ ചെയ്ത് കിട്ടും. സൈഡിൽ വരുന്ന എക്സ്ട്രാ ക്ലോത്ത് നമ്മൾ ലാസ്റ്റ് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി.
നെക്സ്റ്റ് വന്നിട്ട് നമ്മൾ മയിൽപ്പീലി ഒട്ടിച്ചു കൊടുക്കണം. ഇതുപോലെ മയിൽപ്പീലി അടുക്കി അടുക്കി വെച്ചിട്ട് വേണം നമ്മളൊന്ന് ഒട്ടിച്ചു കൊടുക്കാൻ. അപ്പോൾ നമ്മൾ മയിൽപ്പീലിയൊക്കെ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ നെറ്റിപ്പട്ടത്തിന് യൂസ് ചെയ്യുന്ന ഫില്ലിംഗ് ബീഡ്സ് ഉണ്ടല്ലോ, അത് യൂസ് ചെയ്തിട്ട് നമുക്ക് ബോർഡറിൽ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ബോർഡറിൽ വയ്ക്കാൻ നമുക്ക് ബീഡ്സ് വേണമെങ്കിൽ യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് നാഗപടം യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ലേസോ എന്ത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്തിട്ട് ആ ബോർഡർ നമുക്കൊന്ന് കവർ ചെയ്തെടുക്കാം. ഇനി നമുക്ക് കാർഡ്ബോർഡിൻ്റെ ആ ഒരു ഏരിയയിലുണ്ടല്ലോ, ആ ഏരിയയിൽ നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ ബീഡ്സും അതുപോലെ ലെഗിസൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് കവർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കത് ഫിനിഷ് ആകുമ്പോൾ നമുക്കിത് ഇതുപോലെ കിട്ടും. ഇനി നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ലാസ്റ്റ് നമ്മൾ ബെല്ലും കൂടെ നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കും. അപ്പോൾ നമ്മളുടെ മ്യൂറൽ നെറ്റിപ്പട്ടത്തിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് ഇതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസി ആയിട്ട് നമുക്കിത് ചെയ്തെടുക്കാം. നമ്മൾ നോർമൽ നെറ്റിപ്പട്ടം ചെയ്യുന്നതിനേക്കാളും വളരെ ഈസി ആയിട്ട് നമുക്കിത് ചെയ്തെടുക്കാം. മ്യൂറൽ പെയിൻറ്റിങ് അറിയാവുന്നവരും അറിയാത്തവരും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, മറക്കാതെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പുതിയൊരു ക്രാഫ്റ്റുമായിട്ട് വരാം. അതുവരെ ബൈ ബൈ.